വീണ്ടും ഒരു നിരാശകരമായ ഇന്നിംഗ്സ്. ആദ്യത്തെ മത്സരത്തിൽ 6 റൺസെങ്കിൽ ഇത്തവണ 7 റൺസിന് സഞ്ജു സാംസൺ പുറത്താവുകയാണ്. സേവിയർ ബാർലറ്റിന്റെ പന്തിൽ പ്രഭ്സിമ്രൻ സിംഗിന് ക്യാച്ച് നൽകിക്കൊണ്ട് സഞ്ജു പുറത്താവുന്നു. അതിന് മുമ്പ് കവേഴ്സിലൂടൊരു ഗംഭീരമായൊരു 4 അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ചെറിയ ചാൻസ് ഓഫ് ക്യാച്ചിങ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു സഞ്ജു. പക്ഷേ ഇത്തവണ തലയുടെ ജേഴ്സി നമ്പറായ 7 റൺസും അടിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ പുറത്തേക്ക് പോകുന്നത്. സഞ്ജുവിൽ നിന്നും ഇതല്ല CSK എക്സ്പെക്ട് ചെയ്തതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം CSK സഞ്ജുവിനെ കൊണ്ടുവരുന്നത് തന്നെ ആ പവർ പ്ലേസ് നിർണായക മത്സരം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ന് തന്നെ എടുത്തു നോക്കിയാൽ പോലും 3 തവണയാണ് സഞ്ജു ബീറ്റൺ ആവുന്നത്. അതും ഔട്ട് സ്വിംഗർ പന്ത് കണക്ട് ചെയ്യാൻ കഴിയാതെ ബീറ്റണായി പോകുന്ന സഞ്ജു സാംസൺ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ സഞ്ജു വല്ലാതെ കോൺഫിഡൻസ് ഡൗൺ ആവുകയും ചെയ്യുന്നു. ഒരു പന്ത് പോകുമ്പോൾ തന്നെ വല്ലാണ്ടൊരു എക്സ്പ്രഷൻ കാണാൻ സാധിക്കുന്നു. ഒട്ടും ബോഡി ലാംഗ്വേജ് ഓക്കെ അല്ലാത്തതുപോലെയായിരുന്നു സഞ്ജുവിൻ്റെ ബിഹേവിയർ. പക്ഷേ എന്തായാലും തുടക്കത്തിൽ തന്നെ CSKക്ക് വീണ്ടും ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു എന്നത് നിരാശകരമായ കാര്യം തന്നെയാണ്. ഗെയ്ക്വാദ് സഞ്ജു സാംസൺ കോമ്പിനേഷനിൽ ഇന്നത്തെ ടോസിൽ പോലും ഗെയ്ക്വാദിനോട് സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞത് രണ്ടുപേരും ഫയർ ചെയ്യണം. CSKക്ക് അത്ര നിർണായകമാണ് ഈ ഒരു തുടക്കത്തിലെ പാർട്ട്ണർഷിപ്പ്. അതിനുവേണ്ടി തന്നെയാണ് അവർ ജഡേജയും സാം കറിനെയും ട്രേഡ് ചെയ്ത് പോലും ഇങ്ങനൊരു ഓപ്പണിംഗ് കോമ്പിനേഷന് കൊണ്ടുവന്ന് പവർ പ്ലേസിൽ ഗംഭീരമാക്കുക എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ എവേ മത്സരത്തിലും ആദ്യത്തെ ഹോം മത്സരത്തിലും അത് തിളങ്ങാതെ പോവുകയാണ്. ആ ഓപ്പണിംഗ് കോമ്പിനേഷൻ CSKക്ക് വർക്കാവാതെ പോകുന്നു എന്നത് നിരാശകരമായ കാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. ആദ്യത്തെ ഓവർ എറിഞ്ഞത് അർഷ്ദീപ് സിംഗ് ആണ്. രണ്ടാമത്തെ ഓവറാണ് സേവിയർ ബാർലറ്റ് എറിഞ്ഞത്. പക്ഷേ സേവിയർ ബാർലറ്റിൻ്റെ ഔട്ട് സ്വിംഗിങ് പന്തുകളൊന്നും തന്നെ കണക്ട് ചെയ്യാൻ സഞ്ജുവിന് കഴിയാതെ വരുന്നൊരു ഘട്ടത്തിൽ ഒരു പന്ത് കവേഴ്സിലൂടെ ഒരു ബൗണ്ടറി അടിച്ചത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 7 റൺസ് മാത്രമാണ്. 7 പന്തിൽ നിന്നാണ് ആ 7 റൺസ് സ്കോർ ചെയ്യുകയും ചെയ്തത്. അതിൽ ഒരു 4 സ്ട്രൈക്ക് റേറ്റ് ഓഫ് 100 എന്നത് മാത്രമാണ്. T20 വേൾഡ് കപ്പിൽ തിളങ്ങി നിന്നിരുന്ന ആ സഞ്ജു സാംസണെ നമ്മൾ ഈ IPL വരുമ്പോൾ കാണുന്നില്ല എന്നത് നിരാശയാണ്. ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്നും 13 റൺസ് മാത്രം ആണ് സഞ്ജു സാംസന്റെ കൈവശമുള്ളത്. പക്ഷേ ഓർത്തു നോക്കുക, 97, 89, 89 എന്നീ 3 സ്കോറുകൾ അടിച്ചതിന് ശേഷം IPL വന്ന് മഞ്ഞ ജേഴ്സിയിൽ അണിഞ്ഞ് ഒരു എവേ മത്സരവും ഒരു ഹോം മത്സരവും കളിക്കുമ്പോഴേക്കും ഒരു ഡബിൾ ഫിഗർ സ്കോർ ചെയ്യാൻ പോലും സഞ്ജു സാംസൺ കഴിയുന്നില്ല എന്നത് നിരാശയാണ്. കോച്ച് സ്റ്റീവൻ ഫ്ലെമിങ്ങിൻ്റെ നിരാശയും ഡഗ് ഔട്ടിൽ നിന്നും വ്യക്തമായിരുന്നു സഞ്ജു സാംസൺ പുറത്തായതിന് പിന്നാലെ തന്നെ. അപ്പോൾ ഇതല്ല CSK പ്രതീക്ഷിച്ചിരുന്നത് എന്നത് വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ഒരു ചേഞ്ച് നിർണായകമായിട്ട് CSK ടീമിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു ഓപ്പണിങ്ങിൽ ഇതുവരെ ആ ഒരു വെല്ലുവിളി വെല്ലുവിളി ഇപ്പോഴും മറികടക്കാൻ ടീമിന് കഴിയാത്തത് ഒരു നിരാശ തന്നെയാണ്. എന്തായാലും ആദ്യത്തെ വിക്കറ്റാണ് നഷ്ടമാവുന്നത്. പിന്നാലെ വന്ന ആയുഷ് മാത്രയാണ് കളിക്കുന്നത്. എന്തായാലും CSK 3 ഓവറുകൾ പൂർത്തിയാകുമ്പോഴേക്കും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 24 റൺസിൽ എത്തി നിൽക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.